കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് കണ്ണോടിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ന്യൂസുകളിൽ ഒട്ടുമിക്ക ന്യൂസുകളും മലയാളം ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ചതാണ്. നെറികേടുകളുടെയും അനീതികളുടെയും വൃത്തികേടിന്റെയും ഒരു ഘോഷയാത്ര തന്നെ നമുക്ക് അവിടെ കാണാം. ഇന്ന് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ചോദിക്കാനുള്ളത്, ജിൻഡോ എന്ന് പറയുന്ന മലയാളം ബിഗ് ബോസ് സീസൺ 6 ഒരു കണ്ടസ്റ്റന്റ്, അയാൾ ഒരു മനുഷ്യനല്ലേ? അയാളോട് എന്താണ് ബിഗ് ബോസ് ഷോയിലെ ക്രൂ മെമ്പേഴ്സും അതിലെ മറ്റ് കണ്ടസ്റ്റൻസും ഇത്രയും മോശമായി പെരുമാറുന്നത്? കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്ന വ്യക്തികളാണെങ്കിൽ സബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒരിക്കലും മറക്കരുത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ജിൻഡോയ്ക്കെതിരെ നടന്ന ഫിസിക്കൽ അസോൾട്ട്, ജാസ്മിൻ ജിൻഡോയെ തല്ലിയതിൽ നമ്മൾ പ്രതിഷേധിച്ച് നമ്മൾ കുറെ വീഡിയോസ് ചെയ്തായിരുന്നു. പക്ഷേ എത്രമാത്രം വീഡിയോസ് പുറത്തു വന്നിട്ടും അതിനെതിരെ ഒരു ആക്ഷനോ വേണ്ട. ആ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് സീരിയസ് ആയി പോലും വീക്കെൻഡിൽ ലാലേട്ടൻ ചോദിക്കുന്നത് നമ്മൾ കണ്ടില്ല. അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ അതിലൊരു പണിഷ്മെന്റ് എടുക്കുന്നത് നമ്മൾ കണ്ടില്ല. നമ്മൾ അപ്പോഴേ ചോദിച്ചായിരുന്നു, ഈ നടന്ന സംഭവം ജാസ്മിനെ ജിൻഡോയാണ് തല്ലിയതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ജിൻഡോ ഇപ്പൊ തന്നെ വീട്ടിലെത്തിയേനെ. ഞാൻ ചോദിക്കുവാണ് വീണ്ടും, എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ ഇങ്ങനെയുള്ള അനീതികൾ നടന്നിട്ട് അതിൽ ഒരു ആക്ഷനും എടുക്കാതെ കണ്ണടച്ച് ഈ ബിഗ് ബോസ് ഷോ കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ മിണ്ടാതിരിക്കുന്നത്? അത് ജിൻഡോ ആയതിന്റെ പേരിലാണോ? ഇന്നത്തെ വീഡിയോ ഞാൻ പ്രത്യേകം ഇടാൻ കാരണം എന്റെ ഒരു വലിയൊരു സംശയമാണ്. നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായ സംശയമാകാം. നിങ്ങൾക്കറിയാം, ജിൻഡോയെ തല്ലിയ അന്ന് രാത്രി നന്ദന അതിനെക്കുറിച്ച് ഭയങ്കര ശക്തമായി പ്രതികരിച്ചായിരുന്നു. അതുപോലെ ജിൻഡോ തന്നെ പറഞ്ഞായിരുന്നു ജാസ്മിൻ എന്നെ തല്ലിയെന്ന്. അതുപോലെ പല അംഗങ്ങളും പവർ റൂമിൽ പറയുന്നത് കേട്ടായിരുന്നു, അടിച്ചത് ശരിയായില്ല എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു? ഇത്ര വലിയൊരു അനീതി നടന്നതിന് ശേഷം വീക്കെൻഡിൽ വന്ന ലാലേട്ടൻ ഇത് ചോദിച്ചോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ചോദിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി. ജിൻഡോ അപ്പോൾ പറഞ്ഞ മറുപടി, ദാറ്റ്സ് ഓക്കെ, ജാസ്മിൻ അവളുടെ ദേഷ്യത്തിന് ചെയ്തതാണ്. തന്നെ ജാസ്മിൻ തല്ലിയെന്ന് ശക്തമായ ആരോപണം ഉന്നയിച്ച ജിൻഡോ, ജയിലിൽ വെച്ച് പറഞ്ഞ ജിൻഡോ പിന്നീട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്? നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കണം. ഞാൻ ഇന്നലെ ബിഗ് ബോസ് മലയാളം സീസൺ 5 കണ്ടസ്റ്റന്റ് റിനോഷിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അവിടെ റിനോഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് ഇവിടെ. കാരണം റിനോഷ് പറഞ്ഞായിരുന്നു, ബിഗ് ബോസ് സീസൺ 5 ഒരു ഫിസിക്കൽ അസോൾട്ട് ബിറ്റ്വീൻ അഖിൽ മാരാർ ആൻഡ് ജുനൈസ് തമ്മിൽ നടന്നായിരുന്നു. ജുനൈസ് വളരെ ദേഷ്യത്തോടുകൂടി കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ ചെന്നിട്ട് ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അഖിൽ മാരാർ എന്ന് പറഞ്ഞ് അകത്തുപോയ ജുനൈസ് പിന്നീട് തിരിച്ചു വന്നപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ബിഗ് ബോസ് എല്ലാം റെഡിയാക്കി എന്ന രീതിയിൽ തിരിച്ചു വന്നു. അതിൽ റിനോഷ് ഉന്നയിക്കുന്ന ആരോപണം ജുനൈസിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണോ? അതുപോലെ തന്നെ കൃത്യമായി റിനോഷ് പറഞ്ഞു, അവര് വന്നതിന് ശേഷം ആ വീഡിയോസ് ഒക്കെ ഒന്നുകൂടി കണ്ടപ്പോൾ അവർക്ക് കൃത്യമായി മനസ്സിലായി അന്ന് ആ ഒരു ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന സംഭവത്തെ വളരെ ലഘൂകരിച്ചാണ് നമ്മളെയൊക്കെ പുറത്തേക്ക് ആ കാര്യം കാണിച്ചത്. പ്രേക്ഷകരുടെ അടുത്തേക്ക് അത് ഒരിക്കലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയി ബിഗ് ബോസ് ഒരിക്കലും പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ എന്റെ ക്വസ്റ്റ്യൻ, ജിൻഡോയെ ഈ തല്ലിയ ഈ സംഭവം ഇത്ര ലഘൂകരിച്ച് ബിഗ് ബോസ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? എന്റെ ബലമായ സംശയം, ജിൻഡോയെ കൊണ്ട് മനഃപൂർവ്വം ആരെങ്കിലും ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ നീ മറുപടി പറയണം, അതിന് ജിൻഡോയ്ക്ക് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു? ജിൻഡോ വല്ലവരുടെയും കളിപ്പാവയായി, അല്ലെങ്കിൽ ജിൻഡോയെ കൊണ്ട് മനഃപൂർവ്വം ആരെങ്കിലും ഇത് പറയിപ്പിച്ചതാണോ? കാരണം ജിൻഡോ അന്ന് ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. കാര്യം ജിൻഡോ പറഞ്ഞായിരുന്നു, അത് സാരല്ലേ ലാലേട്ട, ജാസ്മിൻ ദേഷ്യത്തിൽ ചെയ്തതാണെന്ന്. പക്ഷേ എന്റെ മനസ്സിലുള്ള ചോദ്യം, എന്തുകൊണ്ടാണ് ജിൻഡോ ആ സമയത്ത് അങ്ങനെ പറഞ്ഞത്? തന്നെ ഇത്രമാത്രം ആളുകളുടെ മുമ്പിൽ വെച്ച് മർദ്ദിച്ച ഒരു വ്യക്തിക്കെതിരെ ഒരു കംപ്ലൈന്റ് പോലും, ഈ പറയുന്ന ജാസ്മിന് ഒരു പണിഷ്മെന്റ് പോലും അതിന്റെ പേരിൽ കിട്ടിയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ജിൻഡോ അങ്ങനെ ഒരു റിപ്ലൈ കൊടുത്തത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തോ കാര്യമായിട്ട് ജിൻഡോയ്ക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ സംശയിക്കുന്നു. ഇനി ജിൻഡോ തിരിച്ചു വന്ന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുമ്പോൾ നമുക്കത് ചിന്തിക്കാം. സത്യത്തിൽ ഓഡിയൻസ് മൊത്തം ഏറ്റെടുത്ത ഒരു പ്രശ്നം, ജിൻഡോയെ തല്ലി അതിൽ ജാസ്മിനെ പുറത്താക്കണം, ഇത്രയും ശക്തമായി ഇത്രമാത്രം വീഡിയോസ് ഇത്രമാത്രം ഓഡിയൻസ് റെസ്പോൺസ് ഉണ്ടായ സമയത്താണ് ബിഗ് ബോസ് ഷോ നടത്തുന്ന അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അത് വെറും സിമ്പിളായ ഒരു കാര്യമായി തള്ളിക്കളഞ്ഞത്. അതുപോലെ ജിൻഡോക്കെതിരെ ജാസ്മിൻ ഉന്നയിച്ച സ്റ്റേറ്റ്മെന്റ്സ്,
കരിഞ്ഞ മത്സ്യകന്യകൻ. ഞാനത് എടുത്തു പറയുകയാണ്. ജാസ്മിൻ എന്താ പ്രത്യേകത? ജാസ്മിൻ ചെയ്യുന്നതിനൊന്നും അവിടെ ഒരു കുഴപ്പമില്ല. ചോദിച്ചു പോലുമില്ല ജാസ്മിൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചു എന്ന്. അതുപോലെ തന്നെ എനിക്ക് ഇന്നും പറയാനുണ്ട്, ബിഗ് ബോസ് സീസൺ 6 ലാസ്റ്റ് വീക്ക് ഔട്ടായ അഭിഷേകിന്റെ ഒരു സ്റ്റോറി നിങ്ങളിൽ എത്ര പേര് കണ്ടു എന്നറിയത്തില്ല. അഭിഷേക് വളരെ വിഷമത്തോടു കൂടി പറയുന്നുണ്ട്, അഭിഷേക് അവിടെ സ്പെൻഡ് ചെയ്ത കുറെ നൈസ് ഗുഡ് മൊമെന്റ്സ്, അഭിഷേകിന് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കുറെ കാര്യങ്ങൾ അവിടെ അഭിഷേക് ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിഷേക് അത് കൃത്യമായി അഭിഷേകിന്റെ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അതൊന്നും ഈ നശിച്ച ഷോ നടത്തുന്ന ആളുകൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. അഭിഷേക് പറഞ്ഞനുസരിച്ച് അഭിഷേക് എഴുതിയിരിക്കുകയാണ്, ഓൺലി ജാബ്രികളുടെ മൊമെന്റ്സ് മാത്രം. അവര് മാത്രമേ ഉള്ളൂ ഈ ഷോയില്. ബാക്കി കണ്ടസ്റ്റൻസ് അവിടെ അടിക്കാനും തൂക്കാനും ഇവർക്ക് വേണ്ടി വെച്ചുണ്ടാക്കാനും വേണ്ടി മാത്രം പോയതാണോ? ഈ നാറിയ ഷോ നടത്തുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള രംഗങ്ങളല്ലാതെ അവരുടെ ബിസിനസ്, അവർക്ക് ക്യാഷ് കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ കാണിക്കുമ്പോഴാണല്ലോ കൂടുതൽ ആളുകളെ പിടിച്ചിരുത്താം. ഇതൊക്കെയാണ് ഈ വൃത്തികെട്ടവന്മാരുടെ പരിപാടികൾ. അതിനുള്ള മൊമെന്റ്സ് മാത്രമേ ഇവര് പുറത്തേക്ക് വിടുള്ളൂ. അപ്പൊ ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ വെറും വിഡ്ഢികളായി നിൽക്കുമല്ലേ? ഓൺലി സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നത് ജാസ്മിൻ ഗബ്രിക്ക് മാത്രമാണെങ്കിൽ രണ്ടുപേരെയും വെച്ച് മാത്രം ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോയാൽ പോരെ? ഇന്നലെ തന്നെ നോക്ക്, ഞാനിപ്പോ അർജുനെ തെറി വിളിക്കാനൊന്നും വേണ്ടിയിട്ടല്ല, ഇന്നലെ നടന്ന ടാസ്കിലാണെങ്കിൽ പോലും ടാസ്കിൽ ഒരിക്കലും ഫിസിക്കലി ആരെയും ഹേർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അർജുൻ ജിൻഡോയെ തള്ളി എന്ന് പറയുന്നുണ്ട്. അതിന് ജിൻഡോയ്ക്ക് കിട്ടിയ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ മറ്റ് കണ്ടസ്റ്റൻസ് പറഞ്ഞത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, ഇൻക്ലൂഡിങ് ക്യാപ്റ്റൻ റസ്മിൻ ഒരിക്കലും ജിൻഡോയ്ക്ക് കൂട്ടു നിൽക്കില്ല. റസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ചാൻസ് കിട്ടിയാൽ അപ്പ ജിൻഡോയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഒരിക്കലും റസ്മിൻ എന്ന് പറയുന്ന ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് ജിൻഡോയ്ക്ക് ഒരു നീതിയും കിട്ടില്ല. കാലട്ടം വന്നാലും ഒരു കാര്യം ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല. ഞാൻ ചോദിക്കുന്നത്, ജിൻഡോ ഇത്രയ്ക്കും സ്ട്രോങ് ആയി, അതായത് ഫിസിക്കലി സ്ട്രോങ് ആയതുകൊണ്ട് അയാളെ ഇടിച്ച അയാൾക്ക് വേദനിക്കില്ലേ? അല്ലെങ്കിൽ അയാളെ ഇടിക്കുന്നത് കാണുമ്പോൾ അയാൾക്കും ഫാമിലിയും ആളുകളൊക്കെ ഉണ്ട്, അവർക്കാർക്കും വേദനിക്കില്ലേ? അവരാരും ഇമോഷൻസ് ഇല്ലാത്ത ആളുകളാണോ? ഞാൻ ചോദിക്കട്ടെ, ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും കളിയാക്കാനും അടിക്കാനും തല്ലാനും വേണ്ടി ബിഗ് ബോസ് ഷോയിൽ എൻട്രി ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ആണോ? അല്ലെങ്കിൽ ജിൻഡോയ്ക്കെതിരെ ഇതുപോലെ അതിക്രമങ്ങൾ നടക്കുമ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന മരത്തലേന് കണ്ണും കാതൊന്നും കേൾക്കില്ലെന്ന് ഞാൻ ചോദിക്കണേ. എന്ത് കാര്യം ജിൻഡോയ്ക്ക് സംഭവിച്ചാലും ജസ്റ്റ് ഇഗ്നോർ ചെയ്യും, ഒരു കാര്യത്തിലും ഒരു ആക്ഷൻസും എടുക്കില്ല. എന്നാൽ ബാക്കി എല്ലാവർക്കും ഒന്ന് തുമ്മിയ വരെ കൺഫെഷൻ റൂമിൽ വിളിച്ച് ആശ്വസിപ്പിച്ച് താരാട്ട് പാടുന്ന കുറെ അണ്ണന്മാരാണ് അവിടെ ഉള്ളത്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഈ നശിച്ച ഷോ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കും. ഷോയെ സ്നേഹിക്കുന്ന ആളുകൾ മറക്കാതെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. എല്ലാവർക്കും ടാറ്റ, ബൈ.